അധ്യായം 1. ബില്ലിന്റെ കഥ. ന്യൂ ഇംഗ്ലണ്ട് പട്ടണത്തിൽ യുദ്ധപ്പനി പടർന്നു പൊങ്ങി. അവിടേക്ക് പ്ലാറ്റ്സ്ബർഗിൽ നിന്നുള്ള യുവ സൈനിക ഓഫീസർമാരെ നിയോഗിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. വീരനായകന്മാരാക്കിക്കൊണ്ട് നഗരമുഖ്യന്മാരും മറ്റും ഞങ്ങളെ അവരുടെ വീടുകളിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ സ്വയം പ്രകീർത്തിക്കപ്പെട്ടു. അവിടെ സ്നേഹം, അഭിനന്ദനം, യുദ്ധം, ആഹ്ലാദകരമായ ഇടവേളകളോടുകൂടിയ ശ്രേഷ്ഠമായ നിമിഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒടുവിൽ പച്ചയായ ജീവിതത്തിൻ്റെ ഭാഗമായി. ആ വികാര ആ വികാരോജ്വലതയ്ക്കിടയിൽ ഞാൻ മദ്യം കണ്ടെത്തി. മദ്യത്തെ സംബന്ധിച്ച് എൻ്റെ ജനങ്ങളുടെ മുൻവിധികളെയും ശക്തമായ താക്കീതുകളെയും ഞാൻ മറന്നു. തക്ക സമയത്ത് ആ ഇടത്തേക്ക് തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ഞാൻ വളരെ ഏകനായിരുന്നു. അതുകൊണ്ട് വീണ്ടും കുടിയിലേക്ക് തിരിഞ്ഞു. ഞങ്ങൾ ഇംഗ്ലണ്ടിൽ കപ്പലിറങ്ങി. ഞാൻ വിഞ്ചസ്റ്റർ ദേവാലയം സന്ദർശിച്ചു. അതിൽ വളരെ ആകൃഷ്ടനായി. ഞാൻ പുറത്ത് വീണ്ടും ചുറ്റി നടന്നു. ഒരു ശവക്കല്ലറയിൽ കുറിച്ചു വെച്ചിരുന്ന ഹാസ്യ കവിതാശകലം എൻ്റെ ശ്രദ്ധ പിടിച്ചെടുത്തു. തണുത്ത ബിയർ കുടിച്ച് മരണം കൈവരിച്ച ഹാംഷെയർക്കാരനായ പോരാളി ഇവിടെ ശയിക്കുന്നു. തോക്കിനിരയായി മരിച്ചാലും മദ്യചഷകത്തിന് അടിമപ്പെട്ടു മരിച്ചാലും ഒരു നല്ല സൈനികൻ ഒരിക്കലും വിസ്മരിക്കപ്പെടുന്നില്ല. അശുഭസൂചകമായ മുന്നറിയിപ്പ്. അതാകട്ടെ എനിക്ക് ചെവിക്കൊള്ളാൻ പറ്റാതെയും പോയി. വിദേശ യുദ്ധങ്ങളിൽ അനുഭവസമ്പത്തുള്ള 22കാരനായ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഞാൻ സ്വയം ഒരു നായകനാണെന്ന് ഭാവിച്ചു. കാരണം എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവർ എനിക്കൊരു പ്രത്യേക തരത്തിലുള്ള മതിപ്പ് വകവച്ച് തരുന്നുണ്ടായിരുന്നില്ലേ എന്ന ചിന്ത ഉണ്ടായിരുന്നു. നേതൃത്വത്തിനുള്ള എൻ്റെ കഴിവ് എന്നെ മഹത്തായ സംരംഭങ്ങളുടെ തലപ്പത്തെത്തിക്കുമെന്നും അത് ഞാൻ പൂർണ്ണ ഉറപ്പോടെ നോക്കി നടത്തുമെന്നും കരുതി. ഒരു സായാഹ്ന നിയമപഠന കോഴ്സിന് ഞാൻ ചേർന്നു. ഒരു പണമിടപാട് സ്ഥാപനത്തിൽ ഇൻവെസ്റ്റിഗേറ്ററായി ഉദ്യോഗവും നേടി. വിജയിക്കുന്നതിന് വേണ്ടിയുള്ള ത്വര എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പ്രാധാന്യമർഹിക്കുന്നവനാണെന്ന് സ്വയം ലോകം മുൻപാകെ തെളിയിച്ചു. എൻ്റെ ജോലി എന്നെ വാൾസ്ട്രീറ്റ് എന്ന നഗരം വരെ എത്തിച്ചു. സാവധാനത്തിൽ ഞാൻ മാർക്കറ്റ് കാര്യങ്ങളിൽ താല്പര്യമുള്ളവനായി. ധാരാളം പേർക്ക് പണം നഷ്ടപ്പെട്ടു. പക്ഷേ ചിലർ വലിയ ധനവാന്മാരായി. എന്തുകൊണ്ട് എനിക്കും അതായിക്കൂടാ? നിയമത്തോടൊപ്പം ബിസിനസ്സും ധനതത്വശാസ്ത്രവും ഞാൻ പഠിച്ചു. കടുത്ത അമിത മദ്യപാന രോഗിയായിരുന്ന ഞാൻ നിയമപഠനത്തിൽ ഏതാണ്ട് പരാജയപ്പെട്ടു. ഫൈനൽ പരീക്ഷകളിലൊന്നിൻ്റെ സമയത്ത് എഴുതാനോ ചിന്തിക്കാനോ പറ്റാത്തത്ര കുടിച്ച് അവശനായ നിലയിലായിരുന്നു ഞാൻ. ഈ സമയത്തും എൻ്റെ കുടി തുടർച്ചയായ മട്ടിലുള്ളതായിരുന്നില്ലെങ്കിലും അതെൻ്റെ ഭാര്യയെ വിഷമിപ്പിച്ചു. ഞങ്ങൾ തമ്മിൽ ദീർഘമായ വാഗ്വാദങ്ങൾ നടന്നു. അപ്പോഴൊക്കെ അവളുടെ വിലക്കുകളെ ഞാൻ നിശബ്ദമാക്കിയിരുന്നത് ക്രാന്തദർശികളായ മനുഷ്യർ അവരുടെ ശ്രേഷ്ഠമായ സൃഷ്ടികൾക്ക് ജന്മം നൽകിയിരുന്നത് കുടിച്ചിരുന്ന സമയത്താണെന്നും തത്വചിന്താപരമായ മഹൽ രചനകൾ അപ്രകാരം ലഭ്യമായതാണെന്നും പറഞ്ഞുകൊണ്ടാണ്. നിയമപഠന കോഴ്സ് പൂർത്തിയാകാറായപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നിയമം എനിക്ക് വേണ്ടിയുള്ളതല്ലെന്ന്. വാൾസ്ട്രീറ്റിൻ്റെ മാടി വിളിക്കുന്ന നീർച്ചുഴിയുടെ കടുംപിടുത്തത്തിൽ ഞാൻ പെട്ടുകഴിഞ്ഞിരുന്നു. ബിസിനസ്സും സാമ്പത്തിക നേതാക്കന്മാരുമായി എൻ്റെ ആരാധനാമൂർത്തികൾ. കുടിയുടെയും ഊഹക്കച്ചവടത്തിൻ്റെതുമായ ഈ ചേരുവയിൽ നിന്ന് ഒരു ദിനം എന്നെ അതിൻ്റെ പ്രയാണത്തിൽ ഒരു ബുമറാങ്ങിനെ പോലെ തിരിച്ചടിച്ച് തുണ്ടുതുണ്ടാക്കുന്ന ആയുധം മെനഞ്ഞെടുക്കുകയായിരുന്നു. ലളിതമായി ജീവിച്ചുകൊണ്ടും ഞാനും ഭാര്യയും $1000 സമ്പാദിച്ചു. ആ തുക വില കുറഞ്ഞതും ജനപ്രീതിയില്ലാത്തതുമായ ചില സെക്യൂരിറ്റികളിൽ നിക്ഷേപിച്ചു. ഒരു നാൾ അവയ്ക്ക് വില വർദ്ധിച്ചേക്കാമെന്ന് ഞാൻ ന്യായമായും കരുതി. ഫാക്ടറികളെയും അവയുടെ ഭരണാധികാരികളെയും ചെന്ന് കാണുന്നതിനായി എന്നെ അയക്കാൻ എൻ്റെ ദല്ലാൾ സുഹൃത്തുക്കളെ പ്രേരിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു. എങ്കിലും ഞാനും ഭാര്യയും എന്തായാലും പോകാൻ തന്നെ തീരുമാനിച്ചു. മാർക്കറ്റിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് മിക്കവർക്കും സ്റ്റോക്കുകളിൽ പണം നഷ്ടപ്പെടുന്നത് എന്ന തിയറി ഞാൻ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലുപരിയായ നിരവധി കാരണങ്ങൾ പിന്നീടും ഞാൻ കണ്ടെത്തി. ഞങ്ങൾ ജോലി ഉപേക്ഷിച്ച് ഒരു മോട്ടോർ സൈക്കിളിൽ ചീറിപ്പാഞ്ഞു. മോട്ടോർ സൈക്കിളിൻ്റെ സൈഡ് കാറിൽ ടെൻറ്റ് കെട്ടുന്നതിനുള്ള സാമഗ്രികളും പുതപ്പുകളും വസ്ത്രങ്ങളും ഫിനാൻഷ്യൽ റഫറൻസ് സർവീസ് എന്ന കൃതിയുടെ 3 ഭീമമായ വാള്യങ്ങളും കുത്തി നിറച്ചിട്ടുണ്ടായിരുന്നു.
ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തോന്നിയത് ഭ്രാന്തന്വേഷണത്തിലുള്ള ഒരു സമിതിയെ നിയമിക്കണമെന്നാണ്. ഒരുപക്ഷെ അവർ കരുതിയത് ശരിയായിരുന്നിരിക്കാം. ഊഹക്കച്ചവടത്തിൽ ഞങ്ങൾക്ക് ചില മെച്ചങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ടും ഞങ്ങൾക്ക് അല്പം പണമുണ്ടായി. പക്ഷേ ഞങ്ങൾ ഒരു മാസക്കാലത്തേക്ക് ഞങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നും പണം ചിലവാകാതിരിക്കുന്നതിനായി ഒരു കൃഷിയിടത്തിൽ പണിയെടുത്തിരുന്നു. എൻ്റെ ഭാഗത്തു നിന്ന് വളരെ ദിവസങ്ങൾക്ക് ശേഷമുള്ള സത്യസന്ധമായ ശാരീരിക അധ്വാനമായിരുന്നു അത്. ഒരു വർഷം കൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളുടെ കിഴക്കൻ മേഖല ഞങ്ങൾ കവർ ചെയ്തു. അതിൻ്റെ അവസാനം വാൾ സ്ട്രീറ്റിലേക്കുള്ള എൻ്റെ റിപ്പോർട്ടുകൾ എനിക്കവിടെ ഒരു സ്ഥാനം നേടിത്തരികയും വലിയ തുക ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ടാക്കി തരികയും ചെയ്തു. ഒരു പ്രത്യേക മാർഗം സ്വയം തിരഞ്ഞെടുത്തതുകൊണ്ട് ധാരാളം പണം കയ്യിലെത്തി. ആയിരക്കണക്കിന് ഡോളറിൻ്റെ ലാഭം അക്കൊല്ലം ഞങ്ങൾ കൈവരിച്ചു. അടുത്ത കുറേ വർഷക്കാലത്തേക്ക് ഭാഗ്യദേവത പണവും അഭിനന്ദനവും എൻ്റെ പാതയിൽ വിതറി. അവസാനം ഞാൻ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ നിഗമനങ്ങളും ആശയങ്ങളും ദശലക്ഷക്കണക്കിന് ആളുകൾ പിന്തുടർന്നു. 20കളുടെ അവസാന ഘട്ടങ്ങളിലെ വാണിജ്യരംഗത്തെ ലാഭവർധന ഇരച്ചു കയറുന്നതും ഭീമാകാരവുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മദ്യപാനം പ്രാധാന്യവും ഊർജ്ജസ്വലവുമായ പങ്കുവഹിക്കാൻ തുടങ്ങിയിരുന്നു. നഗരങ്ങളിലെ മധുരോത്സവ കേന്ദ്രങ്ങളിലെല്ലാം പരസ്യ വാർത്തയായി കഴിഞ്ഞിരുന്നു. ആളുകൾ ആയിരക്കണക്കിന് പണം ചെലവഴിക്കുകയും കൂടുതൽ ബഹളം വയ്ക്കുകയും ചെയ്തു. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നശിക്കട്ടെ. എനിക്ക് ഒരുപാട് അല്പപ്രസാദികളായ സുഹൃത്തുക്കളെ കിട്ടി. പകൽ മുഴുവനും രാത്രി മുഴുവനും എന്ന നിലയിൽ എൻ്റെ മദ്യപാനം കൂടുതൽ വഷളായി. ഒരു ചണ്ടകൂടലിൽ എൻ്റെ സ്നേഹിതന്മാരുടെ പ്രതിഷേധങ്ങൾ അവസാനിച്ചു. ഞാനൊരു ഒറ്റപ്പെട്ട ചെന്നായെ പോലെയായി. ധാരാളിത്തം പുലർന്ന ഞങ്ങളുടെ വസതിയിൽ നിരവധി അസന്തുഷ്ട രംഗങ്ങളുണ്ടായി. യഥാർത്ഥമായ ഒരു അവിശ്വാസമുണ്ടായിരുന്നേയില്ല. കാരണം ഭാര്യയോടുള്ള കൂറ് പലപ്പോഴും അങ്ങേയറ്റത്തെ കുടിച്ച അവസ്ഥ മൂലം ഉണ്ടായത് എന്നെ അത്തരം അധപതനങ്ങളിൽ നിന്ന് രക്ഷിച്ചു. 1929 എനിക്ക് ഗോൾഫ് ഭ്രമം പിടിപെട്ടു. ഞങ്ങൾ ഉടനെ ഗ്രാമത്തിലേക്ക് പോയി. എൻ്റെ ഭാര്യ എന്നെ കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചു. ഞാൻ വാൾട്ടർ ഹാഗൻ എന്ന കളിക്കാരനെ കീഴ്പ്പെടുത്താൻ വേണ്ടി വോൾട്ടറിൻ്റെ പിന്നാലെ ചെന്നതിനേക്കാൾ വേഗതയിൽ മദ്യം എന്നെ അടിപ്പെടുത്തി. രാവിലെ ഞാൻ പരിഭ്രാന്തിയുള്ളവനായി. ഗോൾഫ് കളി പകലും രാത്രിയും മദ്യം കഴിക്കുന്നതിനെ അനുവദിച്ചിരുന്നു. ഒരു കുട്ടിയെപ്പോലെ എന്നിൽ അത്ഭുതമുണർത്തിയ ആ ഗോൾഫ് കോർട്ടിലൂടെ പന്തടിച്ച് നടക്കുന്നത് ഒരു രസം തന്നെയായിരുന്നു. മാന്യതയുടെ പരിവേഷം ഞാൻ നേടിയിരുന്നു. എങ്കിലും ചുറ്റിക്കറങ്ങുന്ന എന്നെ പ്രാദേശിക ബാങ്കർ പരിഹാസം കലർന്ന സംശയദൃഷ്ടിയോടെ വരുമ്പോഴും പോകുമ്പോഴും ശ്രദ്ധിച്ചു. ആകസ്മികമായി 1929 ഒക്ടോബറിൽ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മേൽ നരകം വന്നു പതിച്ചു. കൊടുങ്കാറ്റിൻ്റെതായ ആ നാളുകളിലൊരു ദിനം ഞാൻ ഹോട്ടലിലെ ബാറിൽ നിന്ന് ബ്രോക്കറേജ് ഓഫീസിലേക്ക് ആടിയാടി ചെന്നു. അപ്പോൾ 8 മണിയാവുന്നു. മാർക്കറ്റ് അടച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. ഘടികാരം ശബ്ദമുണ്ടാക്കിയിരുന്നു. XYZ 32 എന്നെഴുതിയ നാടയിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ അത് 52 ആയിരുന്നു. ഞാൻ ആകെ തകർന്നു. അതുപോലെ തന്നെ എൻ്റെ നിരവധി സുഹൃത്തുക്കളും. ഉന്നതമായ സാമ്പത്തിക നിലയിൽ നിന്നും മരണത്തിലേക്ക് ചാടുന്ന ആളുകളുടെ വിവരം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതെന്നിൽ വെറുപ്പുണ്ടാക്കി. ഞാൻ ചാടില്ല. ഞാൻ ബാറിലേക്ക് തിരിച്ചുപോയി. എൻ്റെ കൂട്ടുകാർ 10 മണി മുതൽ നിരവധി ദശലക്ഷം ഡോളറുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനെന്താ, നാളെ എന്നത് മറ്റൊരു ദിവസമായിരുന്നു. കുടിച്ചപ്പോൾ ജയിക്കണമെന്ന പഴയ ഭയങ്കരമായ തീരുമാനം തിരിച്ചു വന്നു. മോൺട്രിയലിലുള്ള ഒരു സ്നേഹിതന് അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഫോൺ ചെയ്തു. അയാളുടെ കയ്യിൽ ധാരാളം പണം ശേഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാനഡയിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് അയാൾ കരുതി. തുടർന്നു വന്ന വസന്തകാലത്ത് ഞങ്ങൾ ശീലിച്ചു പോന്ന രീതിയിൽ തന്നെ ജീവിക്കുകയായിരുന്നു. എൽബായിൽ നിന്നും മടങ്ങുന്ന നെപ്പോളിയനെ പോലെ എനിക്ക് തോന്നി. എനിക്ക് അത് സെന്റ് ഹെലന ആയിരുന്നില്ല. വീണ്ടും കുടി എന്നിൽ പിടിമുറുക്കി. എൻ്റെ ഉദാരനായ സുഹൃത്തിന് എന്നെ പറഞ്ഞു വിടേണ്ടി വന്നു. ഇത്തവണ ഞങ്ങൾ തകർന്ന ഹൃദയത്തോടെ കഴിഞ്ഞു. ഞങ്ങൾ എൻ്റെ ഭാര്യയുടെ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കുന്നതിനായി പോയി. ഞാനൊരു ജോലി കണ്ടെത്തി. എന്നാൽ ഒരു ടാക്സി ഡ്രൈവറുമായി ഉണ്ടായ കശപിശയുടെ ഫലമായി ആ ജോലി നഷ്ടപ്പെട്ടു.
കാരുണ്യപൂർവ്വമെന്ന് പറയട്ടെ, 5 വർഷക്കാലത്തേക്ക് എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ജോലി ഉണ്ടാകാൻ ഇടയുണ്ടെന്നോ സുബോധത്തിൻ്റെതായ ഒരു ശ്വാസമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നിലയിലാകുമെന്നോ ആർക്കും കരുതാൻ കഴിഞ്ഞിരുന്നില്ല. എൻ്റെ ഭാര്യ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ പണിയെടുക്കാൻ തുടങ്ങി. തളർന്നു വീട്ടിലെത്തുമ്പോൾ കുടിച്ചു മത്തനായിരിക്കുന്ന എന്നെ കാണുന്നതിന് വേണ്ടി ബ്രോക്കറേജ് ഓഫീസുകളിൽ ഒട്ടും സ്വാഗതം ലഭിക്കാത്ത ഒരു കുടിയനായി ഞാൻ മാറി. മദ്യം ഒരു സുഖഭോഗ വസ്തുവല്ലാതായി കഴിഞ്ഞിരുന്നു. അതൊരു അവശ്യ വസ്തുവായി. ഒരു ദിവസം 2 കുപ്പി ബാത്ത് ടബ് ജിൻ അല്ലെങ്കിൽ 3 കുപ്പി എന്നത് പതിവായി. എന്തെങ്കിലും ചെറിയ ഇടപാടിൽ നിന്ന് ചിലപ്പോൾ വല്ലതും തടയും. അപ്പോൾ ഞാൻ ബാറുകളിലെയും ഭക്ഷണശാലകളിലെയും ബില്ലുകൾ തീർക്കും. ഇതങ്ങനെ അനന്തമായി തുടർന്നു. പ്രഭാതങ്ങളിൽ ശക്തമായി വിറച്ചുകൊണ്ട് ഞാൻ ഞെട്ടി ഉണരാൻ തുടങ്ങി. എന്തെങ്കിലും പ്രാതൽ കഴിക്കണമെങ്കിൽ ഒരു ഗ്ലാസ് നിറയെ ജിന്നും തുടർന്ന് 1/2 ഡസൻ കുപ്പി ബിയറും ആവശ്യമായി വന്നു. എന്നിരുന്നാലും ഈ സാഹചര്യത്തെ നിയന്ത്രിക്കാമെന്ന് ഞാൻ കരുതി. മാത്രമല്ല, സുബോധത്തിൻ്റെ ഇടവേളകൾ എൻ്റെ ഭാര്യയുടെ പ്രതീക്ഷകൾ പുതുക്കിക്കൊണ്ടിരുന്നു. ക്രമേണ കാര്യങ്ങൾ കൂടുതൽ മോശമായി. പണയക്കാരൻ വീട് കൈവശപ്പെടുത്തി. അമ്മായിയമ്മ മരിച്ചു. ഭാര്യയും അമ്മായി അച്ഛനും രോഗികളായി തീർന്നു. അങ്ങനെയിരിക്കെ എനിക്കൊരു നല്ല നിലയിലുള്ള ബിസിനസ് അവസരം ഒത്തുകിട്ടി. സ്റ്റോക്കുകൾ 1932 ഏറ്റവും താണ നിലയിലായിരുന്നു. ഞാൻ എങ്ങനെയോ അത് വാങ്ങാൻ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി. ലാഭങ്ങളിൽ ഉദാരമായ പങ്ക് എനിക്ക് ലഭിക്കുമായിരുന്നു. ഞാൻ ഉടനെ അപൂർവമായ കുടിച്ചുല്ലസിക്കൽ മുഴുകി. അങ്ങനെ ആ അവസരവും നഷ്ടപ്പെട്ടു. ഞാൻ ഉണർന്നു. ഇത് നിർത്തേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഒറ്റത്തവണത്തെ കുടി പോലും പറ്റുന്ന കാര്യമല്ലെന്ന് മനസ്സിലായി. എന്നേക്കുമായി ഞാൻ കുടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനു മുമ്പ് നിരവധി മധുര വാഗ്ദാനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യ അഭിപ്രായപ്പെട്ടത് ഇത്തവണ ഞാൻ ശരിക്കും തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ തന്നെ ഞാൻ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കുടിച്ചുകൊണ്ട് വീട്ടിലെത്തി. ഒരു വഴക്കും ഉണ്ടായില്ല. എൻ്റെ ഉന്നതമായ തീരുമാനം എവിടെയായിരുന്നു എനിക്കറിഞ്ഞുകൂടാ. അത് മനസ്സിലേക്ക് വന്നതുപോലുമില്ല. ആരോ മദ്യം എൻ്റെ നേരെ വെച്ചു നീട്ടി. ഞാനതെടുത്തു. ഞാൻ ഉന്മാദാവസ്ഥയിലായിരുന്നു. ഞാൻ അത്ഭുതപ്പെടാൻ തുടങ്ങി. കാരണം അത്തരത്തിലുള്ള നടുക്കുന്ന കാഴ്ചപ്പാടില്ലായ്മ അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ ദൃഢതീരുമാനം പുതുക്കിക്കൊണ്ട് ഞാൻ വീണ്ടും ശ്രമിച്ചു. അസന്നിഗ്ധാവസ്ഥ വിശ്വാസത്തിന് വഴിമാറി. ജിൻ ഉൽപാദന കേന്ദ്രങ്ങളെ നോക്കി പരിഹസിച്ച് ചിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. വൈകാതെ സംഭവിക്കുന്നത് പോലെ തന്നെയുള്ള കാര്യം എനിക്കുമുണ്ടായി. ഒരു ദിവസം ഒരു കടയിലേക്ക് ഫോൺ ചെയ്യാനായി ചെന്നു. ഒട്ടും വൈകാതെ ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ട് ഒരു ബാറിൽ മുട്ടുകയായിരുന്നു. വിസ്കി എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞത് അടുത്ത തവണ ഞാൻ ശരിയായി കാര്യങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ്. പക്ഷേ അപ്പോൾ കുടിച്ച് ഉന്മേഷവാനാകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അത് തന്നെ ചെയ്തു. അടുത്ത ദിവസത്തെ ദുഃഖവും ഭയവും പ്രതീക്ഷയില്ലായ്മയും അവിസ്മരണീയമാണ്. യുദ്ധം ചെയ്യാനുള്ള ധൈര്യം തീരെ ഉണ്ടായിരുന്നില്ല. എൻ്റെ തലച്ചോറ് അനിയന്ത്രിതമായി പിടഞ്ഞു. സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ ഭയങ്കര ബോധം എനിക്ക് അനുഭവപ്പെട്ടു. തെരുവിലൂടെ ക്രോസ് ചെയ്യാൻ തന്നെ എനിക്ക് ധൈര്യമില്ലായിരുന്നു. ഏതെങ്കിലും രാവിലെ വരുന്ന ട്രക്ക് കയറി ഞാൻ മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടു. കാരണം അപ്പോൾ പകൽ വെളിച്ചം തീരെയില്ലായിരുന്നു. രാത്രി തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എനിക്ക് 10-12 ഗ്ലാസ് ബിയർ നൽകി. എൻ്റെ പിടയുന്ന ഞരമ്പുകൾ ഒടുവിൽ സാന്ത്വനപ്പെടുത്തപ്പെട്ടു. ഒരു പ്രഭാതപത്രം മാർക്കറ്റുകൾ വീണ്ടും നരകത്തിലേക്ക് താണ കാര്യം എന്നെ അറിയിച്ചു. അതെ, അതുപോലെ തന്നെ ഞാനും. മാർക്കറ്റ് കയറിയേക്കാം, പക്ഷെ ഞാൻ കയറില്ല. ആ ചിന്ത കഠിനമായിരുന്നു. ഞാൻ സ്വയം മരിക്കണം? ഇല്ല, ഇപ്പോഴില്ല. പിന്നീട് ഒരു മാനസികമായ മൂടൽ ഇറങ്ങി വന്നു. ജിൻ അതിനെ ഉറപ്പിക്കും. അതുകൊണ്ട് 2 കുപ്പികൾ. പിന്നീട് വിസ്മൃതാവസ്ഥ. മനസ്സും ശരീരവും മനോഹരങ്ങളായ യന്ത്ര സംവിധാനങ്ങളാണ്. കാരണം എൻ്റെ മനസ്സും ശരീരവും ഈ പീഡനം 2 വർഷം കൂടി അനുഭവിച്ചു. രാവിലെയുള്ള ഭയപ്പാടും ഭ്രാന്തും തോന്നിയപ്പോൾ ചിലപ്പോഴൊക്കെ ഭാര്യയുടെ തുച്ഛമായ പേഴ്സിൽ നിന്നും ഞാൻ മോഷ്ടിച്ചു. വീണ്ടും ഞാൻ തുറന്ന ജനലിൻ്റെ മുമ്പിൽ ആടിക്കുഴഞ്ഞു നിൽക്കുകയോ വിഷവും മരുന്നുകളും വെച്ചിട്ടുള്ള അലമാരയുടെ മുമ്പിൽ തൂങ്ങി നിൽക്കുകയോ ചെയ്തു.
ഇങ്ങനെയൊരു ദുർബലനായി പോയതിൽ സ്വയം ശപിച്ചുകൊണ്ട് ഞാനും ഭാര്യയും രക്ഷപ്പെടൽ തേടിക്കൊണ്ട് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്കും തിരിച്ചങ്ങോട്ടും യാത്രകൾ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ആ രാത്രി വന്നു ചേർന്നു. ജനലിലൂടെയും ജനൽപ്പാളിയുടെ ജനൽപ്പാളിയിലൂടെയുമെല്ലാം ഞാൻ പൊട്ടിച്ചിതറുമെന്ന് തോന്നിയ ശാരീരികവും മാനസികവുമായ ദുരിതം. നരകതുല്യമെന്ന് തോന്നിയ രാത്രി. പെട്ടെന്ന് കുതിച്ചു മുന്നോട്ടു പോകുമെന്ന് ഭയത്താൽ ഒരുവിധം ഞാൻ എൻ്റെ പായ താഴത്തുള്ള തറയിലേക്ക് വലിച്ചു നീക്കി. ഒരു ഡോക്ടർ ശക്തമായ ഒരു ഉറക്കുമരുന്നുമായി ഒരു ഡോക്ടർ ശക്തമായ ഒരു ഉറക്കമരുന്നുമായി എത്തി. അടുത്ത ദിവസം എന്നെ കണ്ടത് കുടിച്ചും ഉറക്കമരുന്ന് കഴിച്ചും ഉള്ള പരുവത്തിലായിരുന്നു. ഈ ചേരുവ എന്നെ വളരെ പെട്ടെന്ന് നാശത്തിലെത്തിച്ചു. എൻ്റെ ബോധാവസ്ഥയെക്കുറിച്ച് ആളുകൾ ഭയപ്പെട്ടു. എൻ്റെ അവസ്ഥയും അതായിരുന്നു. കുടിക്കുമ്പോൾ ഭക്ഷണമൊട്ടും കഴിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ തൂക്കം 40 പൗണ്ട് താണു. എൻ്റെ അളിയൻ ഒരു ഡോക്ടറാണ്. അയാളുടെയും എൻ്റെ അമ്മയുടെയും കാരുണ്യത്താൽ മാനസികമായും ശാരീരികമായും അമിത മദ്യപാന രോഗികളെ പുനരധിവസിപ്പിക്കുന്നതിൽ ദേശീയ പ്രസിദ്ധി നേടിയ ഒരാശുപത്രിയിൽ ഞാൻ പ്രവേശിക്കപ്പെട്ടു. അമൃത സഞ്ജീവനി ചികിത്സയിലൂടെ എൻ്റെ തലച്ചോറ് ശുദ്ധീകരിക്കപ്പെട്ടു. ഹൈഡ്രോതെറാപ്പിയും രോഗചികിത്സയിൽ ജലം ശാസ്ത്രീയമായി ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി, ലഘുവ്യായാമവും വളരെ സഹായകമായി. എല്ലാറ്റിനും ഉപരി തർക്കമറ്റ നിലയിൽ സ്വാർത്ഥനും വിഡ്ഢിയുമായിരുന്ന ഞാൻ ശാരീരികമായും മാനസികമായും അപകടകരമായ തോതിൽ രോഗമുള്ളവനായി കഴിഞ്ഞിരുന്നു എന്നെനിക്ക് വിശദീകരിച്ചു തന്ന ദയാലുവായ ഡോക്ടറെ ഞാൻ കണ്ടുമുട്ടി. മറ്റു കാര്യങ്ങളിൽ ശക്തമായി തന്നെ നിൽക്കാറുള്ള അമിത മദ്യപാന രോഗികളുടെ മനക്കെട്ടി മദ്യത്തോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ അത്ഭുതകരമായ തോതിൽ ദുർബലമാക്കപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അതെനിക്ക് ഒട്ടേറെ ആശ്വാസപ്രദമായി തോന്നി. കുടി നിർത്താൻ വേണ്ടി ഉള്ള നിരാശാജനകമായ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ അവിശ്വസനീയമായ പെരുമാറ്റം വിശദമാക്കപ്പെട്ടു. അപ്പോഴേക്കും സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്ന പ്രതീക്ഷയോടെ ഞാൻ പെരുമാറാൻ തുടങ്ങി. 3-4 മാസത്തേക്ക് ഈ നില നന്നായി തുടർന്നു. ഞാൻ കൃത്യമായി പട്ടണത്തിലേക്ക് പോവുകയും കുറച്ച് പണമുണ്ടാക്കുകയും ചെയ്തു. തീർച്ചയായും ഉത്തരം ഇത് തന്നെയായിരുന്നു, സ്വയം അറിയൽ. പക്ഷേ അത് അധികനാൾ തുടർന്നില്ല. കാരണം ഒരിക്കൽ കൂടി ഞാൻ കുടിച്ച ആ ഭയാനക ദിവസം വന്നെത്തി. അധപതനോന്മുഖമായ ധാർമ്മികതയുടെയും ആരോഗ്യത്തിൻ്റെയും ഗ്രാഫ് രേഖ കുത്തനെ താഴോട്ട് നിപതിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ആശുപത്രിയിലേക്ക് ചെന്ന് ഇത് അവസാനമാണ്, തിരശീല വീഴലാണ് എന്ന് ഞാൻ കരുതി. ക്ഷീണിതയും നിരാശാഭരിതയുമായിരുന്ന എൻ്റെ ഭാര്യ മസ്തിഷ്ക ക്ഷതം വന്നുകൊണ്ടുണ്ടാകുന്ന വിഭ്രാന്തിക്കിടയിൽ എനിക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ടെന്നും അതുമല്ലെങ്കിൽ 1 വർഷത്തിനകം മസ്തിഷ്കത്തിന് പഴുപ്പ് ബാധിച്ചവനായി ഞാൻ മാറാനിടയുണ്ടെന്നുമുള്ള വിവരം അറിയിച്ചു. അവൾക്കുടനെ എന്നെ ചികിത്സകന്റെ പക്കലോ ചികിത്സാലയത്തിലോ എത്തിക്കേണ്ടി വരുമെന്ന് എന്ന നിലയിലായി. അവരെന്നോട് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്കറിയാമായിരുന്നു. ആ ആശയം ഏതാണ്ട് സ്വാഗതം ചെയ്യുകയും ചെയ്തു. എൻ്റെ അഹങ്കാരത്തിനേറ്റ വിനാശകരമായ ഒരടിയായിരുന്നു അത്. തടസ്സങ്ങളെ തരണം ചെയ്യാനുള്ള എൻ്റെ കഴിവിനെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ പ്രാഗൽഭ്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ മതിപ്പുണ്ടായിരുന്ന ഞാൻ അവസാനം കെണിയിലകപ്പെട്ടു. നേരത്തെ സ്ഥിരം മദ്യപാനികളായിരുന്നവരുടെ ജാഥയിൽ പങ്കുചേർന്നുകൊണ്ട് ഇപ്പോഴെനിക്ക് അന്ധകാരത്തിലേക്ക് മുങ്ങിത്തേഴേണ്ടതായിട്ടുണ്ട്. ഞാൻ എൻ്റെ പാവം ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചു. എന്തൊക്കെയായാലും വേണ്ടിടത്തെല്ലാം സന്തുഷ്ടി ഞങ്ങൾക്കുണ്ടായിരുന്നു. തിരുത്തപ്പെടുന്നതിനായി എന്തു ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ള സമയം ഇപ്പോൾ കഴിഞ്ഞുപോയി. സ്വയം സഹതാപത്തിന്റെ ചതുപ്പ് നിലത്തിൽ ഞാൻ അനുഭവിച്ച നിരാശയും ഏകാന്തതയും വാക്കുകൾ കൊണ്ട് വിശദമാക്കാൻ സാധിക്കുന്നതല്ല. എൻ്റെ നാലുപാടും ചെളിമണൽ വ്യാപിച്ചു. ഞാൻ എൻ്റെ എതിരാളിയെ കണ്ടുമുട്ടിക്കഴിഞ്ഞിരുന്നു. ഞാൻ ആവേശഭരിതനായി. മദ്യമായിരുന്നു എൻ്റെ യജമാനൻ. വിറച്ചുകൊണ്ട് ഒരു തകർന്ന മനുഷ്യനായി ആശുപത്രിയിൽ നിന്ന് ഞാൻ പുറത്തു കടന്നു.
കുറച്ചു നാളത്തേക്ക് മദ്യം കുറച്ചു നാളത്തേക്ക് ഭയം മദ്യത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തി. കുടുക്കിലകപ്പെടുത്താൻ അവസരം പാർത്തിരിക്കുന്ന ആദ്യത്തെ കുടിയുടെ ഭ്രാന്ത് ഉടനെ എത്തി. 1934 യുദ്ധവിരാമ ദിനത്തിനാൾ ഞാൻ വീണ്ടും അബോധാവസ്ഥയിലായി. എന്നെ എവിടെയെങ്കിലും പൂട്ടിയിടണമെന്നും അല്ലെങ്കിൽ ദാരുണമായ അന്ത്യത്തിലേക്ക് ഞാൻ കാലിടറി വീഴുമെന്നുമുള്ള സുനിശ്ചിതമായ വസ്തുതയ്ക്ക് എല്ലാവരും കീഴ്പ്പെട്ടതായി തോന്നി. ഓ, പ്രഭാതത്തിനു മുമ്പ് എന്തൊരു കൂരിരുട്ടാണ്! യഥാർത്ഥത്തിൽ എൻ്റെ വിഷയലമ്പടത്വത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരുന്നു അത്. ഞാൻ വൈകാതെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. ഞാൻ സന്തോഷവും സമാധാനവും ജീവിതത്തിൻ്റെ ഉപയോഗക്ഷമതയും സമയം മുന്നോട്ട് പോകുന്തോറും അത്ഭുതവും അവിശ്വസനീയവുമായ തരത്തിലുള്ള ഒരു ജീവിത രീതിയിലൂടെ അറിയാൻ പോവുകയായിരുന്നു. ഞാൻ സന്തോഷവും സമാധാനവും ജീവിതത്തിൻ്റെ ഉപയോഗക്ഷമതയും സമയം മുന്നോട്ട് പോകുന്തോറും അത്ഭുതവും അവിശ്വസനീയവുമായ തരത്തിലുള്ള ഒരു ജീവിത രീതിയിലൂടെ അറിയാൻ പോവുകയായിരുന്നു. ആ നിറം മങ്ങിയ നവംബർ മാസത്തിൻ്റെ അന്ത്യനാളുകളിലൊന്നിൽ എൻ്റെ അടുക്കളയിൽ കുടിച്ചുകൊണ്ട് ഞാനിരുന്നു. അന്നത്തേക്കും അടുത്ത ദിവസത്തേക്കും ആവശ്യമായ ജിൻ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന സംതൃപ്തി പ്രതിഫലിക്കുന്ന മുഖഭാവമായിരുന്നു എനിക്ക്. ഭാര്യ ജോലിക്ക് പോയിരുന്നു. ഞങ്ങളുടെ കിടക്കയുടെ തലയ്ക്കൽ ഒരു കുപ്പി ജിൻ ഒളിച്ചു വയ്ക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അതിനേക്ക് ആവശ്യം വരും. എൻ്റെ സ്വപ്നം കാണലിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ടെലിഫോൺ ശബ്ദിച്ചു. ഒരു പഴയ സഹപാഠി താൻ വീട്ടിലോട്ട് വരട്ടെ എന്ന് സന്തുഷ്ടമായ ശബ്ദത്തിൽ ചോദിച്ചു. അയാൾ മദ്യവിമുക്തനായിരുന്നു. ന്യൂയോർക്കിൽ മദ്യപിക്കാതെ അയാൾ എത്തുന്നത് വർഷങ്ങളായി എനിക്കറിയില്ലായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മദ്യപിച്ച് മതോന്മത്തനായതിൻ്റെ പേരിൽ അയാൾ ജയിൽ ശിക്ഷയ്ക്ക് വിധേയനായി എന്ന കിവദന്തി ഉണ്ടായിരുന്നു. അയാൾ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾക്ക് ഡിന്നർ കൊടുക്കുകയും അയാളോടൊത്ത് പരസ്യമായി കുടിക്കുകയും ചെയ്യാമെന്ന് ഞാൻ കരുതി. അയാളുടെ ക്ഷേമത്തെക്കുറിച്ചും തികച്ചും ഉദാസീനനായിരുന്ന ഞാൻ പോയ കാലങ്ങളിലെ ഹരം വീണ്ടെടുക്കാനാണ് കൊതിച്ചത്. ആ സമയത്തേക്ക് മധുരോത്സവം പൂർത്തീകരിക്കാനായി ശരിക്കും ഒരു സങ്കല്പ വിമാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. നിഷ്ഫലതയുടെ വരണ്ട ഈ മരുഭൂമിയിൽ ഒരു മരുപ്പച്ച പോലെയായി അയാളുടെ വരവ്. അതെ, അതുതന്നെ, ഒരു മരുപ്പച്ച. കുടിയന്മാരൊക്കെ അങ്ങനെയാണ്. വാതിൽ തുറന്നു. പുതുമയാർന്നും തിളക്കത്തോടും അയാൾ നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അയാൾ അവാച്യമായ തോതിൽ വ്യത്യസ്തനായിരുന്നു. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? വാതിൽ തുറന്നു. പുതുമയാർന്നും തിളക്കത്തോടും അയാൾ നിൽക്കുന്നു. അയാളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അയാൾ അവാച്യമായ തോതിൽ വ്യത്യസ്തനായിരുന്നു. എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ മേശയ്ക്കരികിലൂടെ ഒരു പെഗ് അയാൾക്ക് നീട്ടി. അയാൾ അത് നിരസിച്ചു. നിരാശ തോന്നിയെങ്കിലും ജിജ്ഞാസയോടെ ഇയാൾക്ക് എന്തു പറ്റിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. വരൂ, ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ? ഞാൻ ചോദിച്ചു. അയാൾ എൻ്റെ നേരെ നോക്കി. ലളിതമായി എന്നാൽ പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്ക് മതമുണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ അതാണ് കാര്യം. കഴിഞ്ഞ വേനലിൽ ഒരു കുടിഭ്രാന്തൻ, ഇപ്പോൾ അല്പം മതഭ്രാന്തുള്ളവൻ. അയാൾക്ക് അതേ തിളങ്ങുന്ന കണ്ണുകളോടെയുള്ള ഭാവം തന്നെ. തീർച്ചയായും അയാൾ ആകെ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുന്നു എന്നത് ശരി തന്നെ. അയാളുടെ ഹൃദയം അനുഗ്രഹീതമാകട്ടെ. അയാൾ ചിലച്ചോട്ടെ. എന്തായാലും എൻ്റെ ബിയർ അയാളുടെ വേദോപദേശങ്ങളെക്കാൾ കൂടുതൽ സമയത്തേക്കുണ്ട്. പക്ഷേ അയാൾ ഒന്നും പുലമ്പിയില്ല. കാര്യമാത്ര പ്രസക്തമായ നിലയിൽ തൻ്റെ ജയിൽ ശിക്ഷ റദ്ദാക്കണമെന്ന് ജഡ്ജിയെ പ്രേരിപ്പിച്ചുകൊണ്ട് കോടതിയിലെത്തിയ രണ്ടാളുകളെ പറ്റി അയാൾ പറഞ്ഞു. അവർ ലളിതമായൊരു മതാനുഷ്ഠാന പദ്ധതിയെപ്പറ്റിയും ഒരു പ്രവർത്തന പരിപാടിയെക്കുറിച്ചും പറഞ്ഞു. അത് 2 മാസത്തിനു മുമ്പായിരുന്നു. ഫലം സുവ്യക്തമായിരുന്നു. അത് ഫലിച്ചു.
അയാൾ വന്നിരിക്കുന്നത് അയാളുടെ അനുഭവം എനിക്ക് പകർന്നു തരുന്നതിനാണ്. എനിക്കതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോക്കേറ്റ പോലെ ആയെങ്കിലും അതിൽ തൽപരനായി. തീർച്ചയായും ഞാൻ താല്പര്യമുള്ളവനായിരുന്നു. എനിക്കങ്ങനെ ആകേണ്ടതുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷയറ്റവനായിരുന്നു. മണിക്കൂറുകളോളം അയാൾ സംസാരിച്ചു. ശൈശവ ചിന്തകൾ എൻ്റെ മുന്നിലുയർന്നു. നിശബ്ദമായ ഞായറാഴ്ചകളിൽ കുന്നിൻ ചെരുവിലെ മതപ്രാസംഗികന്റെ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങി. സ്വീകരിക്കുന്നതിനായി അർപ്പിക്കപ്പെട്ടതും ഞാൻ ഒരിക്കലും ഒപ്പിടുവാൻ തയ്യാറാകാതിരുന്നിട്ടുള്ളതുമായ മദ്യനിയന്ത്രണത്തിനുള്ള പ്രതിജ്ഞകൾ ഞാൻ ഓർത്തു. എൻ്റെ പിതാമഹന്റെ പള്ളിക്കാരിൽ ചിലരോടും അവരുടെ പ്രവൃത്തികളോടുമുള്ള സൗമ്യത കലർന്ന വെറുപ്പ് എൻ്റെ ഓർമ്മയിലെത്തി. ഗോളങ്ങൾക്ക് അവയുടേതായ സംഗീതമുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ നിർബന്ധം, പക്ഷേ അവ എങ്ങനെ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹത്തോട് പറയാനുള്ള മതപ്രാസംഗികന്റെ അവകാശത്തോടുള്ള നിഷേധം, മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതൊക്കെ പറഞ്ഞപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ നിർഭയത്വം, ഈ ഗതകാല സ്മരണകളൊക്കെ ഉയർന്നു പൊങ്ങി വന്നു. അവ എന്നെ നിരുദ്ധകണ്ഠനാക്കി. പഴയ വിഞ്ചസ്റ്റർ കത്തീഡ്രലിലെ ആ യുദ്ധകാല ദിവസം വീണ്ടും മനസ്സിലേക്ക് ഓടിയെത്തി. എന്നേക്കാൾ വലിയ ഒരു ശക്തിയിൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇവയെപ്പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുമുണ്ടായിരുന്നു. ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ആരും അങ്ങനെയല്ല. കാരണം അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചം ഉടലെടുത്തത് ശൂന്യതയിൽ നിന്നാണെന്നും അത് എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞുകൊണ്ടിരിക്കുകയുമാണെന്നുള്ള വിചിത്രമായ ആശയത്തിലുള്ള അന്ധമായ വിശ്വാസം എന്നാണ്. ബൗദ്ധിക നായകന്മാരും രസതന്ത്രജ്ഞന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും പരിണാമവാദികൾ പോലും പ്രവർത്തനക്ഷമവും വിപുലവുമായ പല നിയമങ്ങളെപ്പറ്റിയും ശക്തികളെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വിരുദ്ധമായ സൂചനകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും എല്ലാറ്റിനും താഴെ കുടികൊള്ളുന്ന ഒരു ശക്തമായ ഉദ്ദേശത്തെക്കുറിച്ചും താളക്രമത്തെക്കുറിച്ചും എനിക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. മാറ്റാൻ കഴിയാത്തതും സംക്ഷിപ്തവുമായ നിയമങ്ങൾ യാതൊരു ബുദ്ധികൂർമ്മതയും ഇല്ലാതെ ഉണ്ടാവുക എന്നത് എങ്ങനെ സംഭവിക്കാനാണ്? പരിധിയും സമയവും അറിയാത്ത ഒരു പ്രപഞ്ചശക്തിയിൽ എനിക്ക് തികച്ചും വിശ്വസിക്കേണ്ടി വന്നു. പക്ഷെ അത്ര മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. വൈദികന്മാരും ലോകത്തിലെ മതങ്ങളുമായുള്ള എൻ്റെ ബന്ധം അവിടം കൊണ്ട് അവസാനിച്ചു. അവരെന്നോട് സ്നേഹസ്വരൂപനും അമാനുഷിക ശക്തിയും വഴികാട്ടിയുമായ ദൈവത്തെക്കുറിച്ച് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ഞാൻ വെറുപ്പുള്ളവനായി മാറുകയായി. അത്തരമൊരു സിദ്ധാന്തത്തിനെതിരെ ഞാൻ മനസ്സ് കൊട്ടിയടക്കുകയും ചെയ്തു. ക്രിസ്തുവിന് അദ്ദേഹത്തിൻ്റെ അവകാശികളായിരുന്നവരെ പിന്തുടരാതെ തന്നെ മഹാനായ മനുഷ്യൻ എന്ന പദവി ഞാൻ കൽപ്പിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബോധനങ്ങൾ ഏറ്റവും വൈശിഷ്ട്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൗകര്യപ്രദമെന്ന് തോന്നിയവയും വലിയ ബുദ്ധിമുട്ടില്ലെന്ന് കാണപ്പെട്ടവയുമായ ഭാഗങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ശേഷിച്ചത് ഞാൻ നിരാകരിച്ചു. മതപരമായ തർക്കങ്ങൾ, തരപ്പെടുത്തിയ യുദ്ധങ്ങളും തീവെപ്പുകളും കള്ളത്തെളിവുകൾ നൽകലുമെല്ലാം എന്നെ ഭഗ്നാശനാക്കി. തുലനം ചെയ്തു നോക്കുമ്പോൾ മാനവരാശിയുടെ മതങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് നിർവ്യാജമായും ഞാൻ സംശയിച്ചു. യൂറോപ്പിൽ ഞാൻ കണ്ടതും അതിനുശേഷവുമുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനുഷ്യരുടെ കാര്യങ്ങളിൽ ദൈവത്തിനുള്ള ശക്തി തുച്ഛവും മനുഷ്യ സാഹോദര്യം എന്നത് പരിഹാസ്യവുമായിരുന്നു. ചെകുത്താൻ എന്നൊന്നുണ്ടായിരുന്നെങ്കിൽ അവൻ പ്രപഞ്ചത്തിന്റെ യജമാനനായി കാണപ്പെട്ടു. എൻ്റെ കാര്യത്തിൽ തീർച്ചയായും അവൻ എന്നെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ സുഹൃത്തിന് എൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയാതിരുന്നത് അവനു വേണ്ടി ദൈവം ചെയ്തു കൊടുത്തു എന്ന് പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ എൻ്റെ മുമ്പിലിരുന്നു. അവൻ്റെ മാനുഷികമായ മനഃശക്തി പരാജയപ്പെട്ടു. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തവനാണെന്ന് അവനെ ഡോക്ടർമാർ വിധിയെഴുതി. സമൂഹം അവനെ തടവിലാക്കുന്ന വക്കോളമെത്തി. എന്നെപ്പോലെ തന്നെ അവൻ പരിപൂർണമായ പരാജയം ഏറ്റു സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഫലത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരുന്നു. അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് ചവറ്റുകൂമ്പാരത്തിൽ നിന്ന് പെട്ടെന്ന് വലിച്ചുയർത്തപ്പെട്ടിരിക്കുന്നു. ഈ ശക്തി അവനിൽ രൂപപ്പെട്ടതായിരുന്നു.
അങ്ങനെ രൂപം കൊണ്ടില്ലായിരുന്നു എന്നത് വ്യക്തമായിരുന്നു. ആ സമയത്ത് എന്നിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയൊന്നും അവനിലുണ്ടായിരുന്നില്ല. ആ ശക്തിയാകട്ടെ ഒട്ടുമില്ലാത്ത അവസ്ഥയിലുമായിരുന്നു. അതെന്നെ തറപറ്റിച്ചു. എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെയായാലും മതത്തിൻ്റെ ആളുകൾ ശരിയാണെന്നതുപോലെ കാണപ്പെടാൻ തുടങ്ങി. ഇവിടെ മനുഷ്യഹൃദയത്തിൽ സാധ്യമായതെന്തോ പ്രവർത്തിച്ചിരിക്കുന്നു. ഇവിടെ മനുഷ്യഹൃദയങ്ങളിൽ അസാധ്യമായതെന്തോ പ്രവർത്തിച്ചിരിക്കുന്നു. അത്ഭുതങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ അപ്പോൾ തന്നെ കീഴ്മേൽ മറഞ്ഞു, പൂപ്പൽ പിടിച്ചു. കഴിഞ്ഞ കാലത്തെ സാരമാക്കണ്ട. ഇവിടെ ഇതാ ഈ അടുക്കളമേശയ്ക്കെതിരെ നേരിട്ടുള്ള ഒരു അത്ഭുതം ഇരിക്കുന്നു. ഒരുപാട് ഏറ്റമൃക്കങ്ങളെക്കുറിച്ച് അവൻ ഉദ്ഘോഷിച്ചു. ഒരു ആന്തരികമായ പുനഃസംഘടനയ്ക്ക് വിധേയമായവനേക്കാൾ കൂടുതലായിരുന്നു എൻ്റെ സ്നേഹിതനെന്ന് ഞാൻ കണ്ടു. അവൻ വ്യത്യസ്തമായ ഒരു തലത്തിലായിരുന്നു. അവൻ്റെ വേരുകൾ പുതിയൊരു മണൽ കണ്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവിക്കുന്ന ദൃഷ്ടാന്തമായി തൻ്റെ സ്നേഹിതൻ അവിടെ ഉണ്ടായിരുന്നിട്ട് കൂടി എൻ്റെ പഴയ അടിസ്ഥാനരഹിതമായ മുൻവിധിയുടെ അവശിഷ്ടം എന്നിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. ദൈവമെന്ന പദം അപ്പോഴും ഒരു വെറുപ്പുയർത്തിയിരുന്നു. എനിക്ക് വ്യക്തിപരമായ ഒരു ദൈവമുണ്ടായിരിക്കാം എന്ന ചിന്ത പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ ഈ വികാരം ശക്തമാക്കപ്പെട്ടു. ആ ആശ്രയം ആ ആശയം ഞാൻ ഇഷ്ടപ്പെട്ടില്ല. സർഗചേതന, പ്രാപഞ്ചിക മനസ്സ് അല്ലെങ്കിൽ ശക്തി എന്നീ ധാരണകൾ ഞാൻ അംഗീകരിക്കാമെങ്കിലും അവൻ എത്ര സ്നേഹസമ്പന്നനായിരുന്നാലും സ്വർഗത്തിൻ്റെ അധിപൻ എന്ന ചിന്തയെ ഞാൻ ചെറുത്തു നിന്നു. പിന്നീട് പലപ്പോഴും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന നിരവധി പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു നൂതനാശയമെന്ന് അപ്പോൾ കാണപ്പെട്ട ഒരു കാര്യം എൻ്റെ സ്നേഹിതൻ നിർദ്ദേശിച്ചു. നിന്റെ തന്നെ ധാരണയിലുള്ള ദൈവത്തെ എന്തുകൊണ്ട് നിനക്ക് തിരഞ്ഞെടുത്തുകൂടാ? ആ പ്രസ്താവന എന്നെ കാര്യമായി സ്പർശിച്ചു. ഏതു ഭൗതികമായ മഞ്ഞുമലയുടെ തണലിലാണോ വർഷങ്ങളായി ഞാൻ ജീവിക്കുകയും വിറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിനെ ആ പ്രസ്താവന ഉരുക്കിക്കളഞ്ഞു. അവസാനം ഞാൻ സൂര്യപ്രകാശത്തിൽ എത്തി നിന്നു. എന്നെക്കാളും മഹത്തായ ഒരു ശക്തിയിൽ വിശ്വസിക്കുന്നതിൽ ആഗ്രഹമുണ്ടായിരിക്കലിൻ്റെ കാര്യം മാത്രമായിരുന്നു അത്. എൻ്റെ തുടക്കത്തിന് മറ്റൊന്നും ആവശ്യമായിരുന്നില്ല. വളർച്ച ആ ബിന്ദുവിൽ നിന്ന് ആരംഭിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കി. പരിപൂർണമായ ആഗ്രഹത്തിൻ്റെ അടിത്തറയിന്മേൽ എൻ്റെ സ്നേഹിതനിൽ കണ്ടതുപോലെ എനിക്ക് പണിതുയർത്താൻ കഴിഞ്ഞേക്കും. അതെനിക്കുണ്ടാകുമോ? തീർച്ചയായും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ വേണ്ടുവോളം ആവശ്യമുള്ളപ്പോൾ മനുഷ്യരായ നമ്മുടെ കാര്യത്തിൽ ദൈവം താല്പര്യമുള്ളയാളാണെന്ന് അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അദ്ദേഹത്തെ വേണ്ടുവോളം ആവശ്യമുള്ളപ്പോൾ മനുഷ്യരായ നമ്മുടെ കാര്യത്തിൽ ദൈവം താല്പര്യമുള്ളയാളാണെന്ന് അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. വളരെ കാലം കൊണ്ടാണെങ്കിലും ഒടുവിൽ ഞാൻ കണ്ടു, ഞാൻ അനുഭവിച്ചു, ഞാൻ വിശ്വസിച്ചു. അഹങ്കാരത്തിൻ്റെയും അടിസ്ഥാനമില്ലാത്ത മുൻവിധികളുടെയും പാടകൾ എൻ്റെ കണ്ണുകളിൽ നിന്നും നീങ്ങി. ഒരു പുതിയ ലോകം കാഴ്ചപ്പാടിലെത്തി. ഒരു ആരാധനാലയത്തിൽ ചെന്നുള്ള അനുഭവത്തിൻ്റെ പ്രാധാന്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉണർന്നു. കുറഞ്ഞൊരു സമയത്തേക്ക് എനിക്ക് ദൈവത്തെ ആവശ്യമാണെന്നും വേണമെന്നും തോന്നി. അദ്ദേഹം എന്നോടൊത്തുണ്ടാകണമെന്ന വിനീതമായ ആഗ്രഹം എന്നിലുണ്ടായിരുന്നു. അദ്ദേഹം വന്നു. പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യബോധം മുഖ്യമായും എന്നിൽ തന്നെയുള്ള ലൗകികങ്ങളായ മുറവിളികളാൽ ഒപ്പിയെടുത്ത് മാറ്റപ്പെട്ടു. എന്നും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അത്രയ്ക്ക് അന്ധനായിരുന്നു. ആശുപത്രിയിൽ അവസാനമായി ഞാൻ മദ്യത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ടവനാക്കപ്പെട്ടു. ആശുപത്രിയിൽ അവസാനമായി ഞാൻ മദ്യത്തിൽ നിന്ന് വേർപെടുത്തപ്പെടുവാനാക്കപ്പെട്ടു. ചികിത്സിക്കുന്നതാണ് ബുദ്ധിയെന്ന് തോന്നി. കാരണം ഞാൻ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന വിഭ്രമങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. അവിടെ വിനീതനായി എന്നെ തന്നെ ഞാനന്ന് മനസ്സിലാക്കിയ വിധത്തിലുള്ള ദൈവത്തിന് സമർപ്പിച്ചു. എന്നെ ഇഷ്ടം പോലെ എന്തും ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ഞാൻ എന്നെ സ്വയം യാതൊരുവിധ ഉപാധികളും കൂടാതെ സമർപ്പിച്ചു. അദ്ദേഹമില്ലെങ്കിൽ എനിക്കെല്ലാം തുലയുമെന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമല്ലെന്നും ആദ്യമായി സ്വയം സമ്മതിച്ചു. ഒട്ടും ദാക്ഷിണ്യം കൂടാതെ ഞാൻ എൻ്റെ തെറ്റുകളെ അഭിമുഖീകരിക്കുകയും പുതുതായി കണ്ടെത്തിയ ദൈവം എന്നെ എൻ്റെ കൂട്ടുകാരൻ അവയൊക്കെ കൊമ്പും ചില്ലയും വേരുമടക്കം എന്നിൽ നിന്നും പിഴുതെടുക്കുന്നതിനും ഞാൻ ആഗ്രഹമുള്ളവനായി. അതിനുശേഷം ഞാൻ കുടിച്ചിട്ടേയില്ല. എൻ്റെ വിദ്യാലയ സുഹൃത്ത് എന്നെ സന്ദർശിച്ചു. എൻ്റെ പ്രശ്നങ്ങളെയും കുറവുകളെയും ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നവരുടെയും എനിക്ക് അമർഷമുണ്ടായിരുന്നവരുടെയും ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി.
എൻ്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് ഈ വ്യക്തികളെ സമീപിക്കുവാനുള്ള എൻ്റെ പൂർണ്ണമായ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അവരെപ്പറ്റി പിന്നെ ഒരിക്കലും ഞാൻ കുറ്റം പറഞ്ഞിരുന്നില്ല. അത്തരം കാര്യങ്ങൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശരിപ്പെടുത്താൻ ഞാൻ സന്നദ്ധതയുള്ളവനായി. ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പുതിയ ദൈവബോധത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ചിന്തകളെ പരീക്ഷിച്ചറിയാൻ ഞാൻ ഒരുമ്പെട്ടു. സംശയത്തിലകപ്പെട്ടപ്പോൾ സംശയത്തിൽ സംശയത്തിലകപ്പെടുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ട ശക്തിക്കും വഴികാട്ടലിനും വേണ്ടി ഞാൻ നിശബ്ദനായിരിക്കാൻ തയ്യാറായി. എന്നെക്കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകേണ്ട ഉപയോഗക്ഷമതയ്ക്ക് വേണ്ടിയുള്ളതൊഴിച്ചാൽ ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ മാത്രമേ സ്വീകരിക്കുന്നതിനെപ്പറ്റി പ്രതീക്ഷിക്കാൻ എനിക്ക് കഴിയൂ. പക്ഷേ അതാകട്ടെ വലിയ അളവിൽ ഉണ്ടാകും താനും. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഞാൻ സൃഷ്ടാവുമായി പുതിയൊരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുമെന്നും എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരമരുളുന്ന ഒരു ജീവിതശൈലിയുടെ അംശങ്ങൾ എന്നിലുണ്ടാകുമെന്നും എൻ്റെ സ്നേഹിതൻ എനിക്ക് ഉറപ്പു തന്നു. ഇതിനാവശ്യമായ പ്രധാന കാര്യങ്ങൾ ദൈവശക്തിയിലുള്ള വിശ്വാസവും അതോടൊപ്പം പുതിയ ക്രമത്തിലുള്ള കാര്യങ്ങൾ സ്ഥാപിക്കാനും നിലനിർത്താനും വേണ്ടത്ര ആഗ്രഹവും സത്യസന്ധതയും വിനയവുമാണ്. ലളിതമാണെന്ന് തോന്നാം, പക്ഷേ എളുപ്പമല്ല. അതിനൊരു വില കൊടുക്കേണ്ടതുണ്ട്. തന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രവണതയുടെ നാശമാണ് അതെന്ന് ചുരുക്കം. എല്ലാ കാര്യങ്ങളിലും സർവസാക്ഷിയായ വെളിച്ചത്തിലേക്ക്, പിതാവിലേക്ക് ഞാൻ തിരിയണം. ഇവയൊക്കെ വിപ്ലവാത്മകവും കർക്കശവുമായ നിർദ്ദേശങ്ങളായിരുന്നു. പക്ഷെ ഞാൻ അവ പൂർണ്ണമായി സ്വീകരിച്ച നിമിഷം അതിൻ്റെ ഫലം പുളകം കൊള്ളിക്കുന്നതായിരുന്നു. ഒരു വിജയഭാവം തോന്നി. അതിനെ തുടർന്ന് വന്നത് ഞാൻ അറിഞ്ഞിട്ടേയില്ലായിരുന്ന തരത്തിലുള്ള സമാധാനവും പ്രശാന്തിയുമായിരുന്നു. അതിശക്തമായ വിശ്വാസം എനിക്ക് തോന്നി. ഞാൻ ഉയർത്തപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. അവിരാമം മലനിരകളിൽ നിന്ന് ശുദ്ധമായ കാറ്റ് ആഞ്ഞു വീശുന്നത് പോലെ ദൈവം മിക്ക മനുഷ്യരിലും സാവധാനത്തിലാണ് വന്നെത്തുക. പക്ഷേ എൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ സ്വാധീനം ക്ഷിപ്രവും തീവ്രവുമായിരുന്നു. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ ഉണർന്നു. എൻ്റെ കൂട്ടുകാരനെയും ഡോക്ടറെയും വിളിച്ചു. ഞാൻ ഇപ്പോഴും സുബോധവാനാണോ എന്നറിയാൻ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വിസ്മയത്തോടെ ശ്രദ്ധിച്ചു. എനിക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്ന് തൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ താനതിനെ മുറുകെ പിടിക്കുന്നതാണ് നല്ലത്. പണ്ടത്തേതിനേക്കാൾ ഭേദമായിരിക്കും മറ്റെന്തും എന്ന് പറഞ്ഞ് ഡോക്ടർ തല താഴ്ത്തി. ഇത്തരത്തിലുള്ള അനുഭവമുണ്ടായിട്ടുള്ള ഒരുപാട് പേരെ ആ ഡോക്ടർ ഇപ്പോൾ കാണുന്നുണ്ട്. അവ സത്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ എനിക്ക് സൗജന്യമായി ലഭിച്ച ഈ അനുഭവം കിട്ടിയാൽ സന്തോഷിക്കാനിടയുള്ള ആയിരക്കണക്കിന് പ്രതീക്ഷയേറ്റ അമിത മദ്യപാന രോഗികളെ പറ്റിയുള്ള ചിന്ത മനസ്സിലേക്ക് വന്നു. ഒരുപക്ഷെ അവരിൽ ചിലരെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കാം. ക്രമേണ അവർ മറ്റുള്ളവരോടൊത്ത് പ്രവർത്തിച്ചേക്കാം. എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഈ തത്വങ്ങൾ പുലർത്തേണ്ടതിൻ്റെ അത്യാവശ്യകത സ്നേഹിതൻ എന്നോട് ഊന്നി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും അയാൾ എന്നോടൊത്ത് പ്രവർത്തിച്ചതുപോലെ ഞാൻ മറ്റുള്ളവരോടൊത്ത് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമായിരുന്നു എന്നത്. പ്രവർത്തനം കൂടാതെയുള്ള വിശ്വാസം മരണതുല്യമാണ്, അയാൾ പറഞ്ഞു. അമിത മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ഭയങ്കരമായ സത്യം. കാരണം ഒരു അമിത മദ്യപൻ ചുറ്റുമുട്ടവർക്ക് വേണ്ടിയുള്ള സ്വയം ത്യാഗത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും തൻ്റെ ആത്മീയ ജീവിതം വിപുലമാക്കാനും ശരിപ്പെടുത്താനും പരാജയപ്പെട്ടാൽ തൻ്റെ മുമ്പിലുള്ള പരീക്ഷണങ്ങളെയും അപകടങ്ങളെയും അതിജീവിക്കാൻ അയാൾക്ക് കഴിയില്ല. അയാൾ പ്രവർത്തിക്കാൻ ഒരുങ്ങിയില്ലെങ്കിൽ നിശ്ചയമായും കുടിക്കും. അയാൾ കുടിച്ചാൽ നിശ്ചയമായും മരണത്തിലെത്തും. അപ്പോൾ വിശ്വാസം യഥാർത്ഥത്തിൽ മരിക്കും. നമ്മുടെ കാര്യത്തിൽ അതങ്ങനെയാണ്. ഞാനും ഭാര്യയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി മറ്റ് അമിത മദ്യാസക്തനുമൊത്ത് പ്രവർത്തിക്കുക എന്ന ആശയം ആവേശപൂർവ്വം സ്വീകരിച്ചു. എനിക്ക് കാര്യമായ ജോലിയൊന്നും കണ്ടെത്താൻ കഴിയാതിരുന്ന 1.5 വർഷക്കാലത്തേക്ക് എൻ്റെ ബിസിനസ് പാർട്ട്ണർ ഏതാണ്ട് സംശയം കലർന്ന വിമർശന ബുദ്ധിയോടെ എന്നെ നോക്കിയിരുന്നു എന്നുള്ളത് ഭാഗ്യമായി. ആ സമയത്ത് ഞാൻ അത്ര സുഖപ്രദമായ സ്ഥിതിയിലായിരുന്നില്ല. സ്വയം സഹതാപത്തിൻ്റെയും വെറുപ്പിൻ്റെയും അലകൾ എന്നെ ബാധിച്ചിരുന്നു. ഇത് ചിലപ്പോഴൊക്കെ കുടിയുടെ വക്കോളം എന്നെ എത്തിച്ചു. പക്ഷേ മറ്റെല്ലാ മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ മറ്റൊരു അമിത മദ്യാസക്തനുമൊത്തുള്ള പ്രവർത്തനം ആ ദിവസം എന്നെ രക്ഷിച്ചു നിർത്തുമെന്ന് വൈകാതെ ഞാൻ കണ്ടു. പലതവണ നിരാശയോടെ ഞാൻ എൻ്റെ പഴയ ആശുപത്രിയിൽ ചെന്നിട്ടുണ്ട്. അവിടെയുള്ള ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അത്ഭുതകരമായ നിലയിൽ
ഞാൻ ഉയർത്തപ്പെടുന്നതായും സ്വന്തം കാലിൽ നിൽക്കാനാവുന്നതായും എനിക്ക് തോന്നി. കഷ്ടകാല സമയത്ത് കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ജീവിതശൈലിയാണത്. ഞങ്ങൾ നിരവധി ഉടൻ സുഹൃത്തുക്കളെ സൃഷ്ടിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്നത് വിസ്മയകരമായ ഒരു കാര്യമാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു കൂട്ടായ്മയും ഞങ്ങൾക്കിടയിൽ വളർന്നു വന്നു. ജീവിക്കുന്നതിൻ്റെ ആനന്ദം ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുണ്ട്. കടുത്ത സമ്മർദ്ദങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കുമിടയിൽ പോലും വ്യക്തമായി എങ്ങോട്ടെങ്കിലും എത്തുന്ന ഈ വഴിയിൽ നൂറുകണക്കിന് ആളുകൾ കാലെടുത്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തികച്ചും അസാധ്യമായ കുടുംബ സാഹചര്യങ്ങൾ നേരെയാക്കപ്പെടുന്നതും എല്ലാ തരത്തിലുമുള്ള കുടുംബ കലഹങ്ങളും കാഠിന്യങ്ങളും തുടച്ചു നീക്കപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ചികിത്സാലയങ്ങളിൽ നിന്നിറങ്ങി വന്ന് ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ കുടുംബങ്ങൾക്കിടയിലും പ്രാധാന്യമുള്ള സ്ഥാനം നിലനിർത്തി ജീവിക്കുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ബിസിനസ്സുകാരും മറ്റു സേവന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരും അവരുടെ പഴയ നില വീണ്ടെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ മറികടന്നിട്ടില്ലാത്ത ഒരു തരത്തിലുള്ള കുഴപ്പമോ ദുരിതമോ ഇല്ലെന്ന് പറയാം. ഒരു പടിഞ്ഞാറൻ നഗരത്തിലും അതിൻ്റെ പ്രാന്തങ്ങളിലുമായി ഞങ്ങളിൽപ്പെട്ട 1000-ൽ പരം ആളുകളും അവരുടെ കുടുംബാംഗങ്ങളുമുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടെ സമ്മേളിക്കുന്നു. അതുകൊണ്ട് പുതുതായി വരുന്നവർക്ക് അവർ അന്വേഷിക്കുന്ന കൂട്ടായ്മ കണ്ടെത്താനാവുന്നു. ഈ അനൗപചാരികമായ കൂട്ടത്തിൽ 50 മുതൽ 200 വരെ ആളുകൾ ഒരാൾക്ക് കാണാം. എണ്ണത്തിലും ശക്തിയിലും ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മദ്യചഷകവും കയ്യിലേന്തി നിൽക്കുന്ന ഒരു അമിത മദ്യപാന രോഗി വെറുപ്പുളവാക്കുന്ന ഒരു ജീവിയാണ്. അവരോടൊത്തുള്ള ഞങ്ങളുടെ പ്രയത്നങ്ങൾ പല വിധത്തിലും കഠിനവും തമാശ നിറഞ്ഞതും ദാരുണവുമാണ്. ഒരു പാവത്താൻ എൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. അയാൾക്ക് ഞങ്ങളുടെ ജീവിതക്രമം കാണാൻ കഴിഞ്ഞില്ല. ഇതിനെ സംബന്ധിച്ചുള്ളതെല്ലാം എന്തായാലും വലിയ അളവിൽ രസമുള്ളതാണ്. ഞങ്ങളുടെ പ്രകടമായ ലൗകിക ഭാവവും സ്വഭാവ ലാഘവത്വവും പലരെയും ഞെട്ടിപ്പിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ മാരകമായ ആത്മാർത്ഥതയുണ്ട്. വിശ്വാസം ഞങ്ങളിലൂടെയും 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ നശിക്കുന്നു. ഇനി ഒരിക്കലും ഒരു ഉട്ടോപ്പിയയ്ക്ക് വേണ്ടി വീണ്ടും നോക്കിയിരിക്കേണ്ടതില്ലെന്ന് ഞങ്ങളിൽ മിക്കവർക്കും തോന്നിയിരുന്നു. അത് ഇപ്പോൾ തന്നെ ഞങ്ങളോടൊപ്പമുണ്ട്. എൻ്റെ സ്നേഹിതൻ എൻ്റെ അടുക്കളയിലിരുന്ന് നടത്തിയ സംസാരം ഓരോ ദിവസവും ഭൂമിയിലെ സമാധാനത്തിൻ്റെയും മനുഷ്യനുള്ള സന്മനസ്സിൻ്റെയും വിപുലമായ വൃത്തത്തിൽ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. എഐയുടെ സഹസ്ഥാപകൻ ബിൽ ഡബ്ല്യു 1971 ജനുവരി 24 മരിച്ചു.